ഗുഡ് ആഫ്റ്റർനൂൺ എവരി വൺ. എല്ലാവരെയും ഇന്നത്തെ ഈ ഒരു പ്രൊമത്യൂസ് ഇൻവെസ്റ്റ്മെൻറ്റ് കോൺക്ലേവിൻ്റെ ആഫ്റ്റർനൂൺ സെക്ഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ ഒരു ഇവൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ പലരെയും ഇൻവൈറ്റ് ചെയ്യും. നമ്മളറിയുന്ന സുഹൃത്തുക്കളെയും കോൺടാക്റ്റ് ചെയ്തപ്പോഴും അവർ ചോദിച്ചൊരു ചോദ്യമാണ്, എന്താണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത്. എൻ്റെ മറ്റുള്ള പാർട്ട്നേഴ്സോട് പറഞ്ഞ പോലെ തന്നെ ഇതൊരു സ്റ്റാർട്ടപ്പ് തന്നെയാണ്. ഞങ്ങൾ 3 പേരുടെ സ്റ്റാർട്ടപ്പാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടാണെന്ന് മാത്രമേ ഉള്ളൂ. which we are aiming to be a global investment fund by 2030. അതായത് സാധാരണ നമ്മൾ മുമ്പിൽ കണ്ട പാനൽ ഡിസ്കഷനിൽ എല്ലാവരും പറഞ്ഞ പോലെ ഒരു സ്റ്റാർട്ടപ്പിൽ എല്ലാവർക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം എന്ന് പറഞ്ഞത് ഒരു ഗ്രോത്ത് സ്റ്റേജിലുള്ള സ്റ്റാർട്ടപ്പുകളാണ്. എന്നാൽ അതിന് മറികടന്നുകൊണ്ട് നമ്മുടെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലുമുള്ള ടാലൻറ്റഡ് ആയിട്ടുള്ള ഫൗണ്ടേഴ്സിനെയും അവരുടെ ഇന്നോവേറ്റീവ് ഐഡിയാസിനെയും കണ്ടെത്തുകയും അതിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു എയർലി സ്റ്റേജിലുള്ള സ്റ്റാർട്ടപ്പുകളെ അവർക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റും ഒരു എക്കോസിസ്റ്റം ബിൽഡ് ചെയ്തുകൊണ്ട് ഒരു ഗ്രോത്ത് സ്റ്റേജിലേക്കും അതിനപ്പുറത്തേക്ക് ഒരു ഗ്ലോബൽ പ്രസൻസിലേക്ക് അല്ലെങ്കിൽ ഗ്ലോബൽ സ്റ്റേജിലേക്കും കണക്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രൊമത്യൂസിൻ്റെ ഒരു 2030 വിഷൻ എന്ന് പറയുന്നത്. ഞങ്ങളിതിൽ പറഞ്ഞ പോലെ ഞങ്ങൾ 3 ഫൗണ്ടേഴ്സാണ് ഇതിലുള്ളത്. സ്റ്റാർട്ടിങ് വിത്ത് മീ. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും അറിയാം, ഐ എം ഫ്രം എ ടിപ്പിക്കൽ NRI ബാക്ക്ഗ്രൗണ്ട്. എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എല്ലാം ലൈക്ക് എൻ ആവറേജ് മല്ലു ഗായ്, റിയൽ എസ്റ്റേറ്റ്, റീറ്റെയിൽ ചെയിൻസ്, സ്മോൾ സ്കെയിൽ ഫാക്ടറീസ് ആൻഡ് ഷെയർസ്. അതിൽ നിന്ന് മാറിയൊരു ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ വേണമെന്ന് ഞാൻ ചിന്തിച്ചപ്പോഴാണ് ഞാൻ കൂടുതൽ കംഫർട്ട് ഉള്ളൊരു സ്റ്റേജിൽ പ്രൈവറ്റ് ഇക്വിറ്റിയിലേക്ക് കടന്നത്. 2018 മുതൽ സ്റ്റാർട്ടപ്പിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഒരിക്കലും ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകളെ കുറിച്ച് എനിക്ക് വലിയൊരു അറിവുണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ കൂടുതലും ഇൻറ്ററാക്ട് ചെയ്യുന്നത് യൂറോപ്പ് അല്ലെങ്കിൽ US ബേസ്ഡിലുള്ള സ്റ്റാർട്ടപ്പുകളായിരുന്നു. അതിന് കൂടുതലും ഞാൻ റിലേ ചെയ്തിരുന്നതും ട്രസ്റ്റഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസ് ആയിരുന്നു. കാരണം ആ ഒരു സ്റ്റാർട്ടപ്പിന് അവിടെ ഒരു വാലിഡേഷൻ ഉണ്ടായിരുന്നു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മൈക്രോ വെഞ്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രൗഡ് ഫണ്ടിങ് പ്ലാറ്റ്ഫോമാണ്. US നിന്നാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അവർക്കൊരു മിനിമം ടിക്കറ്റ് സൈസ് ഉണ്ട്. ഒരു പക്ഷേ അതിൽ വന്നിട്ടുള്ള സ്റ്റാർട്ടപ്പുകളുടെ സക്സസ് റേറ്റ് എന്ന് പറയുന്നത് ക്ലോസ് ടു 100% ആണ്. അപ്പോൾ ആ ഒരു പ്ലാറ്റ്ഫോമിലാണ് ഞാൻ ആദ്യം ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയത്. UK ബേസ്ഡ് ആയിട്ടുള്ള അതുപോലെ തന്നെ ഒരു ക്രൗഡ് ഫണ്ടിങ് പ്ലാറ്റ്ഫോം ഉണ്ട്, റിപ്പബ്ലിക് എന്ന് പറയുന്നത്. സെയിം ഒരു സീരിയസ് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോവുകയാണെങ്കിൽ 4G എന്ന് പറയുന്നത് നമുക്ക് സെക്കൻഡറി ഷെയർസ്, പ്രൈവറ്റ് ഇക്വിറ്റി ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന വലിയൊരു ടിക്കറ്റ് സൈസിലുള്ള 4G എന്ന് പറയുന്ന പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഇതിലൊക്കെയാണ് ഞാൻ കൂടുതലും എൻ്റെ പോർട്ട്ഫോളിയോസ് ബിൽഡ് ചെയ്തത്. ആ സമയത്ത് പല സന്ദർഭങ്ങളിലും നമ്മൾ ഇങ്ങനെയുള്ള ഇവൻറ്റുകളിൽ പോകുമ്പോഴും ആളുകൾ മീറ്റ് ചെയ്യുമ്പോഴും ഉള്ളൊരു ചോദ്യമാണ്, എന്തുകൊണ്ട് ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത്. 2018 മുതൽ ഒരു 22 കാലഘട്ടങ്ങളിൽ വരെ കോവിഡിന് ശേഷം നമ്മൾ കണ്ടിരുന്ന ഒരു സ്റ്റാർട്ടപ്പ് ബബിൾ ഉണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ കണക്ട് ചെയ്യപ്പെടുന്ന സ്റ്റാർട്ടപ്പുകൾ എന്ന് പറയുന്നത് കൂടുതലും ഒരു ഹൈ ഗ്രോത്ത് സ്റ്റേജിലുള്ള ഹൈ വാല്യുവേഷൻ സ്റ്റേജിലുള്ള സ്റ്റാർട്ടപ്പുകളായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ ഇന്ത്യ എന്നുള്ള അങ്ങനെയുള്ള സ്റ്റാർട്ടപ്പുകൾ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഹെസിറ്റേഷൻ എനിക്കുണ്ടായിരുന്നു. ദെൻ ഞാൻ പറഞ്ഞ പോലെ മുമ്പ് ഈ പറഞ്ഞ ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാം നടത്തിയിരുന്നത് യൂറോപ്പ് ബേസിലുള്ള സ്റ്റാർട്ടപ്പുകളായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഒരു ഫസ്റ്റ് ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയത് 2021 ജർമ്മനിയിലുള്ളൊരു സ്റ്റാർട്ടപ്പായിരുന്നു. 2 വർഷം കൊണ്ട് അത് പൂട്ടിപ്പോയി. അപ്പോൾ ഞാൻ തിരിച്ച് വീണ്ടും എൻ്റെ ഒരു കംഫർട്ട് സോണിലേക്ക് വന്നു. പിന്നീട് ആ ഒരു 2021 മുതൽ 2025 വരെയുള്ള കാലഘട്ടങ്ങളിലാണ് ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകളിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് വന്നതും അതിന് വേണ്ടിയിട്ട് പല ആളുകളായിട്ട് കണക്ട് ചെയ്തതും. അങ്ങനെയാണ് ഞാൻ വിവേകിനെ മീറ്റ് ചെയ്യുന്നത്. വിവേക് ഒരു സ്റ്റാർട്ടപ്പ് ആക്സിലറേറ്ററാണ്. സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സുമായിട്ടും ഇൻവെസ്റ്റേഴ്സുമായിട്ടും കണക്ട് ചെയ്യുന്ന ഒരാളാണ്. 2005 ജൂലൈ മാസത്തിലാണ് ഞങ്ങൾ കണക്റ്റഡ് ആവുന്നത്. 25 ജൂലൈയിലാണ് കണക്റ്റഡ് ആവുന്നത്. അതിനുശേഷം ഏകദേശം ഒരു 3 മാസത്തോളം ഞങ്ങൾ ഒരുപാട് പിച്ചുകൾ കേട്ടു. ഇൻവെസ്റ്റ്മെൻറ്റ് ഐഡിയാസ് വന്നു, സ്റ്റാർട്ടപ്പുകൾ ഗ്രോത്ത് സ്റ്റേജിലുള്ളത്, ഏർലി സ്റ്റേജിലുള്ളത്. പക്ഷെ അവിടെയൊക്കെ എൻ്റെ ഒരു കൺസേൺ എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടപ്പിൻ്റെ വാലിഡേഷൻ ആയിരുന്നു. അതായത് ആ സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സിൻ്റെ കമ്മിറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ആ ഒരു ഐഡിയ മാത്രമായിരുന്നില്ല. വാട്ട് നെക്സ്റ്റ്, ഏത് ലെവലിലേക്കുള്ള ഗ്രോത്തിലായിരിക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ ഈ സ്റ്റാർട്ടപ്പ് പോകുക. അപ്പോൾ ഞാനൊരു ഡിസിഷൻ എടുത്തത്, വിവേകിനോട് ഞാൻ പറഞ്ഞു, എനിക്ക് ഓവർസീസ് പ്രൊജക്ട്സ് ഉള്ള ഇന്ത്യൻ ഫൗണ്ടേഴ്സ് ഉള്ള ഏതെങ്കിലും സ്റ്റാർട്ടപ്പുകളെ റെഫർ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയാണ് 2025 ഡിസംബറിൽ
പ്രദീപ് ഫൗണ്ടറായിട്ടുള്ള 2 മലയാളികളായിരുന്നു ഫൗണ്ടേഴ്സ്. ഒന്ന് പ്രദീപ്, ഒന്ന് ട്രിവാൻഡ്രം ബേസ്ഡ് ആയിട്ടുള്ള ഷാലിൻ എന്ന് പറഞ്ഞ സ്പേസ് ടെസ്ലയിലും വൈമോ പോലെയുള്ള കമ്പനികളിൽ വർക്ക് ചെയ്ത 2 മലയാളികളുടെ ഒരു സ്റ്റാർട്ടപ്പ് വിവേക് എനിക്ക് റെഫർ ചെയ്തു. സംഹൗ ഈ ഒരു സ്റ്റാർട്ടപ്പ് മൈക്രോ വെഞ്ചേഴ്സിലും ഫണ്ടിങ്ങിന് വേണ്ടി ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നാണ് വിവേകായിട്ട് പ്രദീപായിട്ട് കണക്ട് ചെയ്യുന്നതും. അങ്ങനെ ഞങ്ങൾ അതിലേക്കൊരു നമ്മുടെ ഒരു ഓവർസീസ് ഫണ്ട് വഴി 3 കോടിയോളം $300,000 ഞങ്ങൾ നിക്ഷേപിച്ചത്. അതിനുശേഷമുള്ള ഇൻട്രാക്ഷനിലാണ് ഞങ്ങൾ കൂടുതൽ എങ്ങനെ ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകളിൽ, അപ്പോൾ പ്രദീപിൻ്റെയും വിവേകിൻ്റെയും സ്റ്റോറിയൊക്കെ പറഞ്ഞിരുന്നു. പ്രദീപിൻ്റെ സ്റ്റാർട്ടപ്പ് ജേർണിയും ആ ഒരു സ്ട്രഗിളും അല്ലെങ്കിൽ ആ ഒരു ഹാർഡ്ഷിപ്പും എങ്ങനെയാണ്, എന്തൊക്കെ ഇഷ്യൂസാണ് ഫേസ് ചെയ്യുന്നതുള്ള ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ എന്ന ഭാഗത്ത് പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു കളക്റ്റീവ് തോട്ട് പ്രോസസ്സിലാണ് ഞങ്ങളൊരു ഫസ്റ്റ് ഡിസൈഡ് ചെയ്ത ഒരു സ്റ്റാർട്ടപ്പ് ലിസ്റ്റിംഗ് അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ഡിസ്കവറി പ്ലാറ്റ്ഫോം കണ്ടെത്തുക എന്നുള്ളതും അതിൽ നിന്ന് വാലിഡേറ്റ് ചെയ്ത് വരുന്ന സ്റ്റാർട്ടപ്പുകളെ ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളൊരു തീരുമാനത്തിലെത്തുന്നത്. ആ ഒരു തോട്ട് പ്രോസസ്സിൻ്റെ ബേസിൽ അതിനെ ഒരു സ്റ്റാർട്ടപ്പിനെ ഒരു ഐഡിയേഷൻ സ്റ്റേജിൽ നിന്ന് എക്സിക്യൂഷൻ സ്റ്റേജിലേക്ക് കൊണ്ടുവന്നതാണ് പ്രൊമിത്യൂസ്. പ്രൊമിത്യൂസിന് മെയിനായിട്ട് 2 വെർട്ടിക്കൽസ് ആണുള്ളത്. പ്രൊമിത്യൂസ് ഞാൻ പറഞ്ഞ പോലെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടാണ്. ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടിൽ ഞങ്ങൾ വെറ്റ് ചെയ്യുന്നത് ഇന്ത്യയിലുള്ള റൂറൽ ഏരിയാസിലുള്ള സ്റ്റാർട്ടപ്പുകളെയാണ്. ആ സ്റ്റാർട്ടപ്പുകളെ എങ്ങനെ കണ്ടെത്താം എന്നുള്ള ഒരു ചിന്തയിലാണ് ഞങ്ങൾ വെഞ്ചർ നാവിഗേറ്റർ .vc എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം വിവേക് ലോഞ്ച് ചെയ്യും. 2025 ഡിസംബർ എൻഡിലാണ് ഈ പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്യുന്നത്. ആദ്യത്തെ 2-3 ആഴ്ചകൾക്കുള്ളിൽ ഏകദേശം 200ഓളം സ്റ്റാർട്ടപ്പുകളാണ് ആ പ്ലാറ്റ്ഫോമിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. എഗെയിൻ ഇപ്പോൾ ജോസഫ് സാറ് പറഞ്ഞ പോലെ നമ്മൾ ഓരോ ദിവസം എനിക്കുമ്പോഴാണ് ആ ഒരു ചലഞ്ച് വരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് വന്നൊരു ചലഞ്ച്, എങ്ങനെ ഈ സ്റ്റാർട്ടപ്പുകളെ വാലിഡേറ്റ് ചെയ്യാം, എങ്ങനെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇവരുടെ പ്രോഗ്രസ് എങ്ങനെ മോണിറ്റർ ചെയ്യാം. അപ്പോൾ ഞങ്ങൾക്കൊരു ലിസ്റ്റിംഗ് പ്ലാറ്റ്ഫോം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനൊരു ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടൂൾസോ കാര്യങ്ങളോ ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് എല്ലാവർക്കും ഇവിടെ ഇരിക്കുന്ന പലരുടെയും ബിസിനസ്സിൽ ഇൻവോൾവ് ആയിട്ടൊരു വ്യക്തിയാണ് പ്രദീപ്. അങ്ങനെ ഞങ്ങൾ AI ബേസ്ഡ് ആയിട്ടുള്ള ടൂൾസ് ആ പ്ലാറ്റ്ഫോമിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുകയും ഞങ്ങളുടെ തന്നെ ഒരു അനലിസ്റ്റ് ടീമിനെ ഹയർ ചെയ്യുകയും ചെയ്തു ഫസ്റ്റ്. അതേസമയം ഞങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്നും നടത്തിയിട്ടില്ല. But we spend money to develop the platform and hire people to analyze the startups. ബേസിക്കലി പല സ്റ്റാർട്ടപ്പുകൾക്ക് ഒരു പിച്ച് ഡെക്ക് ഫൗണ്ടേഴ്സിന് എല്ലാവർക്കും നല്ല പലർക്കും ഒരു പിച്ച് ഡെക്ക് എങ്ങനെ പ്രോപ്പറായിട്ട് ചെയ്യണമെന്നോ, ക്യാപ് ടേബിൾ എങ്ങനെ ഉണ്ടാക്കണമെന്നോ, ഒരു ഫൈനാൻഷ്യൽ പ്രൊജക്ഷൻസ് എങ്ങനെ ഒരു ഇൻവെസ്റ്റർക്ക് കൊടുക്കണം, ഇതൊക്കെ ഒരു ബേസിക്കലി ഒരു സീരിയസ് ഇൻവെസ്റ്റർ അല്ലെങ്കിൽ ഇൻവെസ്റ്റർ ഫണ്ടോ ചോദിക്കുന്ന കാര്യങ്ങളായിരുന്നു. അതൊന്നും കംപ്ലീറ്റഡ് ആയിരുന്നില്ല. ആ ഒരു സ്റ്റേജിലാണ് ഇതിനെ അനലൈസ് ചെയ്യാൻ വേണ്ടി ഞങ്ങളുടെ തന്നെ ഒരു അസസ്മെൻറ്റിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു ടീമിനെ ഹയർ ചെയ്തത്. ആ ഒരു ജേണിയാണ് ഞങ്ങൾ ജനുവരിയിൽ സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് ജൂലൈയിലൂടെ എത്തി നിൽക്കുന്നത്. ഈ ഒരു ടൈം പീരീഡിനുള്ളിൽ ഏകദേശം 400-ന് മുകളിൽ സ്റ്റാർട്ടപ്പുകളാണ് ഞങ്ങളുടെ അടുത്ത് ലിസ്റ്റ് ചെയ്തതും 400ഓളം സ്റ്റാർട്ടപ്പുകൾ അനലൈസ് ചെയ്തിട്ടാണ് 20ഓളം സ്റ്റാർട്ടപ്പുകൾ ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. ഈ ഒരു ടൈമിൽ തന്നെ ഒരു പറയാൻ പോയൊരു വിട്ടുകാര്യം, രണ്ടാമതൊരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു. ഇവിടെ ഇരിക്കുന്ന ജെയിംസ് ബായ് ആണ്. സെയിം ടൈം 2025 ഡിസംബറിൽ തന്നെയാണ് കണക്ട് ചെയ്തത്. അത് ഇതുപോലെ തന്നെ UK ബേസ്ഡ് ആയിട്ടുള്ള മാഞ്ചസ്റ്ററിൽ നിന്ന് നമ്മുടെ തിരുവനന്തപുരംകാരൻ തന്നെ കിരൺ ഡേവിസ് എന്ന് പറഞ്ഞിട്ടൊരു മലയാളി ഒരു AI പ്ലാറ്റ്ഫോം റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രിയിലേക്ക് വേണ്ടി കൊണ്ടുവന്നിരുന്നു. ആർഗ്യുമെൻ്റ് റിയാലിറ്റിയും വെർച്വൽ റിയാലിറ്റിയും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു AI പ്ലാറ്റ്ഫോം. അത് ഞങ്ങളൊരു ഇതുപോലെ തന്നെ ഓവർസീസ് ഫണ്ടിൽ നിന്ന് ഞങ്ങൾ 5 കോടിയാണ് ഞങ്ങൾ ഫണ്ട് ചെയ്തത്. അപ്പോൾ ആ സമയത്താണ് ഞങ്ങൾക്കൊരു കോൺഫിഡൻസ് വന്നത്, ഒരു പക്ഷേ ഇങ്ങനെയുള്ള സ്റ്റാർട്ടപ്സുകളെ ഞങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുമെന്നുള്ളത്. ഇതാണൊരു ഇന്നിവിടെ നിൽക്കുന്ന 20ഓളം സ്റ്റാർട്ടപ്പുകളെ ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത ഒരു പ്രോസസ്സാണിത്. ഞങ്ങളെ ഒരു വിഷൻ 2030 എന്നുള്ളതിൽ ഞങ്ങൾ ബെറ്റ് ചെയ്യുന്നതും ഈ ഒരു സ്റ്റാർട്ടപ്പുകളെ തന്നെയാണ്. ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ഫണ്ട് അത് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു, അവരാ എക്സിറ്റ് എടുക്കുന്നു. ഞങ്ങളതിനുപരിയായിട്ട് ഈ ഒരു സ്റ്റാർട്ടപ്പുകളെ ഞങ്ങൾ 3 സ്റ്റേജുകളിലായിട്ടാണ് ഞങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയത്. ഒന്ന് ഐഡിയേഷൻ സ്റ്റേജിലുള്ള ഒരു ഇൻക്യുബേഷൻ ആവശ്യമുള്ള സ്റ്റാർട്ടപ്പുകൾ, 2 ഗ്രോത്ത് സ്റ്റേജിലുള്ള സ്റ്റാർട്ടപ്പുകൾ, 3 ഒരു ഗ്ലോബൽ പ്രസൻസ് ഉള്ള സ്റ്റാർട്ടപ്പുകൾ. ഞങ്ങളിതിൽ 3-ൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റേജ് 1 തുടങ്ങി സ്റ്റേജ് 3 വരെയുള്ള കണക്ടിവിറ്റിയും
ഞങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. അത് ഞങ്ങൾ ഇത്ര നാൾ ചെയ്ത ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ ഭാഗമായിട്ടാണ്. അങ്ങനെ ഞങ്ങൾ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനെ 3 സ്ട്രാറ്റജിയിലും കൂടി ചെയ്തു. ഏതൊരു ഇൻവെസ്റ്റ്മെൻറ്റിനും ഒരു റിസ്ക് ക്യാപിറ്റൽ ഉണ്ട്. അപ്പോൾ 1 കോടിയാണ് ഞങ്ങൾ അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന ഫണ്ട് ആസ് എ റിസ്ക് ക്യാപിറ്റൽ ടു ഐഡിയേഷൻ സ്റ്റേജ് സ്റ്റാർട്ടപ്സ്. അതിൽ ഞങ്ങൾ ഏകദേശം 20 ലക്ഷത്തോളമാണ് ഞങ്ങൾ ഇന്നിവിടെ 10ഓളം വരുന്ന സ്റ്റാർട്ടപ്പുകൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതൊരു വെറും ഐഡിയേഷൻ അല്ലെങ്കിൽ ഒരു എയർലി സ്റ്റേജിലുള്ള സ്റ്റാർട്ടപ്പുകളാണ്. സെക്കൻഡ് സ്റ്റേജ് എന്ന് വരുന്നത് ഗ്രോത്ത് ക്യാപിറ്റൽ, ഗ്രോത്ത് അച്ചീവ് ചെയ്തിട്ടുള്ള 7ഓളം സ്റ്റാർട്ടപ്പുകളിലായിട്ട് 1.3 CR ആണ് ഞങ്ങളുടെ ഫണ്ട് അലൊക്കേഷൻ എന്ന് പറയുന്നത്. 5 കോടിയാണ്. അതിൽ 1.3 CR ആണ് ഞങ്ങൾ ഇതുവരെ കമ്മിറ്റഡ് ആയിട്ടുള്ളത്. പിന്നീടുള്ളതാണ് ഗ്ലോബൽ എക്സ്പാൻഷൻ ഫണ്ട്. അത് ഞങ്ങളുടെ റിസർവ് എന്ന് പറയുന്നത് 50 CR ആണ്. അതിൽ 13 കോടി ഞങ്ങൾ ഓൾറെഡി 3 പ്രൊജക്റ്റുകളായിട്ട് ഞങ്ങൾ നിക്ഷേപിച്ചു. പ്ലൈറ്റ് എന്ന് പറയുന്ന കാർ പ്ലാറ്റ്ഫോം, ഫുഡോ എന്ന് പറയുന്ന AI പ്ലാറ്റ്ഫോം, മൈക്രോവിൻ, അതുപോലെ തന്നെ ഫുഡോയുടെ US മിഡിൽ ഈസ്റ്റ് എക്സ്പാൻഷന് വേണ്ടിയിട്ട് ഞങ്ങളൊരു 5 കോടിയും കൂടി ഞങ്ങൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 3 സ്റ്റേജിലുള്ള സ്റ്റാർട്ടപ്പുകളെയും സ്ട്രാറ്റജിയിലേക്കും മറ്റുള്ള സ്റ്റാർട്ടപ്പുകളെ കണക്ട് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു വിഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു സ്റ്റാർട്ടപ്പിൽ ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻക്യുബേഷൻ സ്റ്റേജിലുള്ള സ്റ്റാർട്ടപ്പിനെ അല്ലെങ്കിൽ ഏർലി സ്റ്റേജിലുള്ള സ്റ്റാർട്ടപ്പിനെ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു എക്കോസിസ്റ്റം ഉണ്ട്. നമ്മൾ നേരത്തെ പാനലിൽ ഡിസ്കസ് ചെയ്തതുപോലെ എങ്ങനെ അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കാം. അത് പക്ഷേ പല രീതിയിലുള്ള സപ്പോർട്ടായിരിക്കാം. കംപ്ലയൻസ് ആയിരിക്കാം, ലീഗൽ സപ്പോർട്ടായിരിക്കാം, ഫണ്ടിങ് സപ്പോർട്ടായിരിക്കാം, കോർപ്പറേറ്റ് ലോ സപ്പോർട്ടായിരിക്കാം. നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ഇവിടെ ഇരിക്കുന്ന പല സീരിയൽ എൻ്റർപ്രണേഴ്സും ജോസഫേട്ടനെ പോലെ, ജോർജേട്ടനെ പോലെ വേറെ പലരും ഉണ്ട് ഇവിടെ. അവരെ പോലുള്ള ആളുകളായിട്ട് കണക്ട് ചെയ്ത് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഭാഗമാക്കുക. അല്ലെങ്കിൽ അവരൊരു പ്രൊഡക്റ്റ്, നിങ്ങൾക്ക് വേണ്ട പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളൊരു പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റിനെ സോൾവ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ഒരുപക്ഷെ ഈ പറയുന്ന സ്റ്റാർട്ടപ്പുകൾ ഉണ്ടായിരിക്കാം. അങ്ങനെ അവരൊരു ഗ്രോത്ത് സ്റ്റേജിലേക്ക് എത്തിക്കുകയും അപ്പോൾ അതൊരു യൂസ് കേസായി മാറി അതിനുശേഷം അതിനൊരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമിലേക്ക് കണക്ട് ചെയ്യാന്നുള്ളതാണ് പ്രൊമിത്യൂസിൻ്റെ ഒരു വിഷൻ. ആ ഒരു വിഷൻ 2030ലേക്കാണ് ഞങ്ങളുടെ വെഞ്ചർ സ്റ്റുഡിയോ മോഡലും പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ വെഞ്ചർ നാവിഗേറ്ററിൽ വരുന്ന സ്റ്റാർട്ടപ്പുകളെ പ്രൊമിത്യൂസിൻ്റെ ഫണ്ട് വഴി നിക്ഷേപിച്ച് ആ ഒരു വെഞ്ചർ സ്റ്റുഡിയോ മോഡൽ വഴി ഓരോ സ്റ്റേജുകളും കടത്തി ഒരു നല്ല സംരംഭകരെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതും കൂടിയാണ് പ്രൊമിത്യൂസിൻ്റെ വിഷൻ എന്ന് പറയുന്നത്. എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത് നമ്മളിവിടെ പറഞ്ഞ കാര്യം തന്നെയാണ്. നമ്മുടെ ഇവിടെ ഒരുപാട് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ഫൗണ്ടേഴ്സ് അല്ലെങ്കിൽ ഇന്നോവേറ്റീവ് ഐഡിയാസുള്ള ടാലൻറ്റഡ് ആയിട്ടുള്ള ഫൗണ്ടേഴ്സ് ഉണ്ട്. പക്ഷെ അവർക്ക് എപ്പോഴും അവർ വരുന്നത് മിക്കവാറും ഞങ്ങൾ കണ്ടെത്തിയൊരു കാര്യം മിക്കവാറും ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഏരിയാസിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ ഒരു ഐസൊലേറ്റഡ് അറ്റ്മോസ്ഫിയറിൽ നിന്നായിരിക്കും വരാം. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സ്ട്രഗിൾ എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു ഇൻക്യുബേഷൻ ഫണ്ട് മാത്രമല്ല, മറിച്ച് അവർ ആ ഒരു സ്റ്റാർട്ടപ്പ് ഐഡിയേഷനിൽ നിന്നും ഗ്രോത്ത് സ്റ്റേജിലേക്ക് പോയി കഴിഞ്ഞിട്ട് വരുന്നൊരു സർവൈവൽ പീരീഡ് ഉണ്ട്. ആ സമയത്തുള്ള സപ്പോർട്ട് സിസ്റ്റം കൂടിയിട്ടാണ് അവർക്ക് വേണ്ടത്. ആസ് എൻ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റർ ഒരുപക്ഷെ എനിക്ക് 10,000 കോടി വിറ്റുവരവുള്ള ഒരു കമ്പനിയിൽ നിക്ഷേപിക്കാം. പക്ഷേ ഞാൻ ബിലീവ് ചെയ്യുന്നത് ഇന്ത്യയിലുള്ള സ്റ്റാർട്ടപ്പുകൾ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള സ്റ്റാർട്ടപ്പുകളിൽ 10 കോടി വിറ്റുവരവുള്ള 100 സ്റ്റാർട്ടപ്പുകളെങ്കിലും ഞങ്ങൾ നിക്ഷേപിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഡ്രീം. അതുവഴി ഒരു സർക്കുലർ എക്കണോമി, അതായത് നമ്മുടെ അവിടെയുള്ള സ്റ്റാർട്ടപ്പുകൾ നമ്മുടെ അവിടെ തന്നെയുള്ള ബിസിനസ്സുകളായിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്ത് എങ്ങനെ ഒരു വിൻ വിൻ സിറ്റുവേഷൻ 2 കൂട്ടർക്കും ഉണ്ടാവാം എന്നുള്ളൊരു വിഷനിലാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിലൊരു 6 മാസത്തെ ജേണിയാണ് ഞങ്ങളിവിടെ ഷോക്കേസ് ചെയ്തിരിക്കുന്നത്. ഇതൊരു പെർഫെക്റ്റ് വെന്യൂ അല്ല, ഒരു പെർഫെക്റ്റ് ക്രൗഡ് പെർഫെക്റ്റ് ആയിട്ടില്ല കാര്യങ്ങൾ. കാരണം ഇതെല്ലാം ഈ പറയുന്ന ഞങ്ങളുടെ ടീമിലെല്ലാം സ്റ്റാർട്ടേഴ്സാണ്. ഞങ്ങൾ 3 പേരെ ഒഴിച്ച് 18 പേരടങ്ങുന്ന ടീമെല്ലാം ഇൻറ്റേൺസാണ്. ബിസിനസ്സുകളെല്ലാം കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങി മിനിമം എക്സ്പീരിയൻസ് ഉള്ള ആളുകളെയാണ് ഞങ്ങൾ ഹയർ ചെയ്തത്. ഇവരെല്ലാം ഞങ്ങളുടെ ഒരു സ്റ്റാർട്ടപ്പിൻ്റെ വിഷൻ 2030യുടെ ഭാഗമാകാനുള്ള ആളുകളാണ്. അപ്പോൾ അവർക്കുള്ളൊരു മെൻറ്റർഷിപ്പും ഗൈഡൻസും കൂടിയിട്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ വീണ്ടും അടുത്ത വർഷം ഇതുപോലെ നിങ്ങളെ കൂടുതൽ നല്ല ന്യൂസും അല്ലെങ്കിൽ സക്സസ് സ്റ്റോറീസും കൂടെ നിങ്ങളെ കാണാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷയോടെ ഞാനിവിടെ നിർത്തിയാണ്. Till then, happy investing. Thank you.